കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇന്ത്യയിലെ വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയുടെ തുക 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. അനുമതി ലഭിച്ചാൽ 23-ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. പദ്ധതിയിൽ അംഗങ്ങളായ നിർധന കുടുംബങ്ങളിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. അതാണ് ഇനി വരുമാന പരിധി നോക്കാതെ 70-ന് മുകളിലുള്ള എല്ലാവർക്കുമായി നൽകാൻ ആലോചിക്കുന്നത്. ഇതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഇവരെയും ഉൾപ്പെടുത്തുന്നതാണ് ആദ്യത്തേത്. വയോധികരെ മാത്രം ഉൾപ്പെടുത്തിയുള്ളത് രണ്ടാമത്തേത്. വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി വെച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. 12,076 കോടി രൂപ കേന്ദ്ര സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക്. 70-ന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയിരുന്നു. BJPയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇടക്കാല ബജറ്റിൽ 7,200 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു.